പാഞ്ചാലിമേടിനോട് ചേർന്നുള്ള ആളനക്കങ്ങളില്ലാത്ത ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറഞ്ഞ് ഞെട്ടിക്കുന്ന കഥകളും തള്ളിയിട്ട് വന്നാണോ? അങ്ങനെയാണ് ആ പേര് വന്നത്. നിഗൂഢമായ കഥകൾക്ക് മാറ്റുകൂട്ടുന്ന കാടിന്റെ വന്യതയും പാറകളിൽ അലച്ചു വരുന്ന നദിയുടെ ആ ആരവവും മാത്രമല്ലാതെ വേറൊന്നും ആ കാട്ടിൽ ഞങ്ങൾക്ക് ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ ചെലവഴിച്ചിട്ട് കേൾക്കാൻ കഴിയും. ഒരു മനുഷ്യരും പോലും അങ്ങോട്ട് വന്നതില്ല. പക്ഷേ ആ നദിയുടെ സ്വച്ഛതയും കുളിർമയൊക്കെ ഒരു 2.5 മണിക്കൂർ ഇരുന്നപ്പോൾ ഏകദേശം നമ്മുടെ മനസ്സ് നല്ല രീതിയിലൊന്ന് കുളിർത്തു. ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ വിട്ടൊരു ട്രിപ്പാണ് പാഞ്ചാലിമേടിലേക്കുള്ള ട്രിപ്പ്. പാഞ്ചാലിമേട് മാത്രം കാണുക എന്നുള്ള ലക്ഷ്യമല്ല, ഇതിനകത്ത് പിന്നെയും വേറെ കുറേ ലക്ഷ്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഞ്ചാലിമേടിനടുത്ത് ഒരുപാട് ഹിഡൻ ജെമ്മുകളുണ്ട്. അതായത് നമ്മൾ കാണാത്ത കുറേ അധികം വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് വെളുപ്പിനെ തന്നെ അങ്ങ് വിട്ടത്. വെളുപ്പിനെ വിടുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂറാണ് നമുക്ക് ഓട്ടം ഉള്ളത്. ആ 3 മണിക്കൂർ നമുക്ക് അവിടെ രാവിലെ 9 മണിയാകുമ്പോൾ എത്തുക എന്നുള്ള ഉദ്ദേശമാണ്. പുറപ്പെട്ട സമയത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതിനാൽ ഞങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ അവിടെ എത്താൻ പറ്റിയ പക്ഷേ ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടായത്, നമുക്ക് വഴി ചോദിച്ച് പോകാൻ ആൾക്കാരെ നമുക്ക് ആരെയും കാണുന്നില്ലായിരുന്നു. പിന്നെ കണ്ടവരോടൊക്കെ ചോദിച്ചാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയത്. പാഞ്ചാലിമേട് നമുക്കറിയാം, കൃത്യമായിട്ട് ചെല്ലാനായിട്ട് അറിയാം, നമ്മൾ നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ വഴി തിരക്കി ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ എന്തായാലും എവിടെ നമ്മൾ എത്തി, ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു ചേട്ടനെ കാണാൻ പറ്റിയത്. പുള്ളിയുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ആ വെള്ളച്ചാട്ടം കാണിച്ചു തന്നു. പക്ഷേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കഥ കൂടി ഞങ്ങൾക്ക് പുള്ളി പറഞ്ഞു തന്നു കേട്ടോ. ആ കഥ കേട്ടപ്പോൾ സത്യം പറയാൻ നമുക്ക് പേടിയുണ്ട്, ചെറിയൊരു ഭയവും തോന്നി. പക്ഷേ അതിൽ കൂടുതൽ കുറച്ച് വിഷമവും തോന്നി. അതെന്തായാലും ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം പറയാം. പിന്നീട് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും അവിടെ ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ലെന്ന് പുള്ളി പറഞ്ഞു തന്നു. കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണത്, സൂക്ഷിച്ചൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞു. കുറച്ച് കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഏറ്റവും താഴെയാണ് ഈ സംഭവം. കുറേ കൊക്കോ മരങ്ങളൊക്കെ കൃഷിയുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി വേണം നമുക്ക് പോകാൻ. അങ്ങനെ ആരും പോകുന്ന വഴിയൊന്നുമല്ല, ആ സഞ്ചാരമുള്ള വഴിയല്ല. നമ്മളത് ഇച്ചിരി സാഹസികമായിട്ട് തന്നെ അവിടെ ഇറങ്ങി ചെല്ലണം. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ ഇറങ്ങി ചെന്നപ്പോൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. നല്ല മനോഹരമായൊരു കാഴ്ച. വലിയൊരു വെള്ളച്ചാട്ടമല്ല, എങ്കിൽ ശാന്തമായി ഒഴുകുന്ന, അതായത് ആരും അങ്ങനെ അധികം ഇറങ്ങി ചെന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ് അവിടെ. ശാന്തമായി ഒഴുകുന്നൊരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കമാണത്. വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കമാണ്. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അത് കാണാൻ തന്നെ ഇങ്ങനെ പാലരുവി പോലെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. എന്തായാലും അവിടെ ഇച്ചിരി സാഹസപ്പെട്ടാണ്ട് അവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടിയതിന് പെട്ടെന്ന് നമ്മളങ്ങ് മറന്നുപോയി. പിന്നെ അത് കണ്ട കാഴ്ച, അവിടുത്തെ ചെറിയ തണുപ്പും, ചെറുതല്ല അത്യാവശ്യം നല്ല ഒരു തണുപ്പും ഒക്കെ അവിടെ കുറേ നേരം അങ്ങനെ അവിടെ ഇരിക്കാൻ തോന്നി. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് അവിടുത്തെ കാറ്റൊക്കെ ഏറ്റ്, പിന്നെ ഒരു കൊക്കോ മരത്തിൽ കൊക്കക്കായൊക്കെ പൊട്ടിച്ചെടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു. വെള്ളത്തിലിറങ്ങി പിന്നെ ആദ്യം വെള്ളത്തിലിറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പാൻറ്റും ഷർട്ടും ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഇറങ്ങി. വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി തന്നെ അങ്ങ് ഇറങ്ങി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമായിരുന്നു കേട്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. ആ വെള്ളത്തിൻ്റെ തണുപ്പും അതൊക്കെ അങ്ങ് ശരീരത്തോട്ട് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് പോത്ത് കിടക്കുന്നതിനൊക്കെ, അതായത് നമ്മുടെ ഈ എരുമയൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നതിനൊക്കെ അങ്ങ് കിടന്ന് കുറേ സമയം, എത്ര സമയം എടുത്തെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കുറഞ്ഞ ഒരു മണിക്കൂറിന് മേലെ ഞങ്ങൾ ആ വെള്ളത്തിൽ തന്നെ കിടന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് നോക്കുന്നുണ്ടായി. അതായത് മഴ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ശക്തമായ രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ചെറിയ മഴ ചാറ്റലിങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കരയ്ക്ക് കയറി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൻ്റെ സ്വഭാവം മാറി. ഇപ്പോൾ ഈ ശാന്തമായി ഒഴുകുന്ന ഈ പുഴ പിന്നെ അത് വേറൊരു രൂപം ഭാവിക്കും. അപ്പോൾ അതിനൊന്നും മെനക്കെടാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിന്നെ മഴ പെയ്യാനുള്ള കാർമേഘം ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കരയ്ക്ക് കയറി. പിന്നെ റെഡിയായി എല്ലാം അവിടെ നിന്ന് തന്നെ തലയൊക്കെ തോർത്തി ഡ്രസ്സൊക്കെ മാറി പിന്നെ അങ്ങോട്ട് റെഡിയായി ഞങ്ങൾ വീണ്ടും വന്ന വഴി തന്നെ തിരിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങി.
കഷ്ടപ്പെട്ട് അങ്ങനെ മേളിൽ കയറി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ ചേട്ടനുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചെന്ന ചേട്ടൻ അവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ തിരക്കി വന്നതാണെന്ന് അറിയില്ല, കുറേ നേരമായല്ലോ ഞങ്ങളങ്ങോട്ട് പോയിട്ട്. അങ്ങനെ ആരുമില്ല. ഞങ്ങളിത് ഇത്രയും സമയത്തിനിടയിൽ ഈ ഒരു പുള്ളി മാത്രമേ ഞങ്ങളവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അത്ര ഒരു തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ്, ആൾക്കാരില്ലാത്തൊരു ഒരു കാടിൻ്റെ വനത്തിൻ്റെ ഉൾവശമാണ്. അതാണ് തീരെ ആളില്ല അവിടെ. അപ്പോൾ പുള്ളിയാണ് ഈ കഥ പറഞ്ഞു തന്നത്. ഏത് കഥയാണെന്ന് അറിയില്ല, ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കഥയില്ലേ, അത് ഒരു പേടിപ്പെടുത്തുന്നൊരു കഥയും അല്പസങ്കടം തോന്നുന്നൊരു കഥയാണെന്ന് പറഞ്ഞത്. അത് അവിടെ അതായത് ഈ വെള്ളത്തിൽ ഒരു അമ്മയും കുഞ്ഞിനെയും ആരോ തള്ളിയിട്ട് കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന് അമ്മയും കുഞ്ഞിനെയും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതിനകത്ത് കുഞ്ഞാണ് മരിച്ചത്, അമ്മ മരിച്ചിട്ടില്ല. അത് പുള്ളിയാണ് പറയുന്നത്. പുള്ളി തന്നെ പറയുന്നത്, നമുക്കൊന്ന് കേട്ട് നോക്കാം.